പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. ഞാനെപ്പോഴും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കണം. ഈശോയെ, സഭയിലുള്ള നിന്റെ സാന്നിധ്യം ഞാൻ 100 വട്ടം കണ്ട് അനുഭവിച്ച 10,000 മനുഷ്യരിൽ അനുഭവേദ്യമായ സഭയിലുള്ള നിന്റെ സാന്നിധ്യം. കർത്താവെ, ഈ ദിവസം വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്നത് കൂടുന്നവരുണ്ട്. സമയം രാവിലെ ഇപ്പോൾ കിട്ടാത്ത കാരണം പിന്നീട് കൂടുന്ന മക്കളുമുണ്ട്. ആരായാലും ശരി കർത്താവെ, അവരെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ദിവസം അവരുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും ചിലപ്പോൾ സമയത്ത് അവരത് ഓർത്ത് കാണത്തില്ലായിരിക്കും. പക്ഷെ അകപ്പെട്ടു പോയി. അങ്ങനെയുള്ളവരെ കർത്താവ് ശിക്ഷിക്കരുത്. നീ അവരെ കരുണയോടെ ആദ്യതയോടെ നീ പാതാളങ്ങളിൽ ഇറങ്ങിയ ദിവസമാണ്. ഞങ്ങൾ വിശ്വാസ പ്രമാണത്തിൽ 8 പറയുന്നുണ്ട്. അവൻ മരിച്ചു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അവൻ പാതാളങ്ങളിൽ ഇറങ്ങി. അത് ഈശോയെ, മനുഷ്യൻ്റെ അകപ്പെട്ടു പോയ ഇടങ്ങൾ തോറ്റ് പരീക്ഷയുടെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്.
ഇൻ്റർവ്യൂവിന് തോറ്റ് വിസ പ്രോസസ്സിങ്ങിൽ പെട്ടുപോയവരുണ്ട്. അതിൻ്റെ ഒരു പാതാളം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓരോ ബിസിനസ്സുകൾ, ഓരോ കച്ചവടങ്ങൾ നഷ്ടം വന്ന് നഷ്ടത്തിൻ്റെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഈശോയെ, രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് ഓപ്പറേഷൻ ഡോക്ടർ തന്നെ പറയുന്നു ഓപ്പറേഷൻ ചെയ്താലും ശരിയാകുമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. ഈശോ, ഓരോ രാജ്യങ്ങളിൽ മെഡിസിനൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യൻ പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയവരുണ്ട്. അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ കർത്താവെ ഓരോരോ പരീക്ഷകൾ, അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള തീസിസ് വർക്കുകൾ, PhD തീസിസ് വർക്കുകൾ, ചില പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ചില ഗുരുക്കന്മാർ, ഗൈഡുമാർ ശിക്ഷിക്കുന്നവരുണ്ട്. മാനസികമായ പലതരത്തിലുള്ള സാഡിസ്റ്റുകളായിട്ടുള്ളവരുണ്ട്. ഈശോയെ, അങ്ങനെയുള്ള പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ഇതുപോലെ ഓരോ വിഷയങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തിക ചില കടങ്ങൾ, ചിലയിടത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് അവസാനം നമ്മുടെ കിഡ്നി വരെ വിറ്റാലും തീരാത്ത അവസ്ഥയിൽ പുതിയ പലിശക്കടങ്ങൾ വന്ന് പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ഈ ദിവസങ്ങളിൽ നീ പുനരുത്ഥാനത്തിൻ്റെ ഭാഗമായി പാതാളത്തിൽ ഇറങ്ങിയ ദിവസമാണ് ഈശോയെ. മനുഷ്യൻ്റെ എല്ലാ പാതാളങ്ങളിലേക്കും, കല്യാണം കെട്ടാതെ വയസ്സായി നരച്ചു പോയി, കുഞ്ഞുങ്ങളില്ലാതെ നിന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള മോഹങ്ങളും പോയി, അങ്ങനെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. ഈശോയെ, നീയാണ് പുനരുത്ഥാനം, നീ മാത്രമാണ് പുനരുത്ഥാനം. ഞങ്ങളുടെ എല്ലാ നഷ്ടപ്പെട്ട പ്രതീക്ഷകളും, അടക്കപ്പെട്ട പ്രതീക്ഷകളെ കർത്താവ് നിൻ്റെ പ്രകാശത്താൽ, തിരുവുത്ഥാന പ്രകാശത്താൽ പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം വിഷയത്തെ ദൈവവേദനെ നീ ഇന്ന് വേദനിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഈശോനാമത്തിൽ കൽപ്പിക്കുന്നു. പിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ നീക്കുവാമേ. എൻ്റെ പ്രിയരെ, നമ്മളെ ഈ ചന്ദ്രനില്ലേ, ചന്ദ്രൻ്റെ വ്യാസവും നമ്മുടെ പസഫിക് സമുദ്രത്തിൻ്റെ വ്യാസവും ഒന്നാണെന്ന് ഞാൻ പണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു കാലത്ത് ഭൂമിയുടെ അടുത്ത് കൂടി ഒരു മഹാഗോളം പോയപ്പോഴേ ഭൂമിയുടെ ഒരു കഷണം ആകർഷിച്ച് തെറിച്ചു പോയി നിൽക്കുന്നതാണ് ചന്ദ്രൻ എന്ന് പണ്ട്. ശരിയോ തെറ്റാണെന്ന് ഇപ്പോഴും എനിക്കറിയാൻ പാടില്ല, പറഞ്ഞു കേട്ടിരിക്കുന്നതാണ്. ചുമ്മാ നാട്ടുപ്രസ്ഥാനമല്ല, സ്കോളേഴ്സ് പറഞ്ഞു കേട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഈ നിക്കഡേമോസ് ആയിരുന്നല്ലേ ഈ ദിവസങ്ങളൊക്കെ സംസാരിക്കണത്. നിക്കഡേമോസിൻ്റെ സംസാരത്തിൽ നിന്ന് ഒരു വചനം തെറിച്ചു പോയി. അത് 3-ാം അധ്യായത്തിൽ നിന്ന് 6-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അതെന്താണെന്നറിയാമോ? അത് ആ കഷ്ണം എടുത്ത് ഇവിടെ വെച്ചാലേ ഒക്കത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നിക്കഡേമോസിനെ കാണുമ്പോൾ ഈശോ എന്താ പറയണത്? ജഡത്തിൽ ജനിക്കുന്നത് ജഡവും. യോഹന്നാൻ 3:6 മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസം, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസവും, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും, ആത്മാവ് ജനിക്കുന്നത് ആത്മാവും. അപ്പൊ ഇവിടെ വെച്ച് പറയേണ്ട, ഇവിടെ നിന്നൊരു കഷ്ണം തെറിച്ചു പോയി ചന്ദ്രനെ പോലെ പുറത്ത് കിടക്കി. എവിടെ? 6:63 കിടപ്പുണ്ട്. അതെടുത്ത് ഇവിടെ വെച്ചാലേ ഒക്കത്തുള്ളത്. അതേതാണെന്നറിയാമോ? അത് വേറെ കോണ്ടക്സ്റ്റ് പറഞ്ഞതാണ്. പക്ഷെ ആത്മാവാണ് ജീവൻ നൽകുന്നത്. ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും എന്ന് പറഞ്ഞാൽ 3:6. ഇനി 6:63 എന്താണ്? ആത്മാവാണ് ജീവൻ നൽകുന്നത്. ആത്മാവാണ് ജീവൻ നൽകണത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പൊ എന്താ വ്യത്യാസം അറിയാമോ? ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ വന്നു നിന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായ യേശുവിൻ്റെ നാമത്തിൽ ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് അതുല്യ, ഇതെൻ്റെ അമ്മ സീമ. ഞങ്ങൾ കോട്ടയം ഈരാറ്റുപേട്ടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 8/7/2024 ഞാനൊരു നേഴ്സാണ്. ഞാൻ ആദ്യമായിട്ട് മാതാവിനെ അറിയുന്നത് ഞാൻ പഠിക്കുന്ന കാലത്താണ്. ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ ഭയങ്കര മടിയുള്ളൊരു കൂട്ടത്തിലാണ്. ഞാനങ്ങനെ നന്നായിട്ട് പഠിക്കുന്ന ഒരാളൊന്നുമല്ല, ബിലോ ആവറേജ് എന്ന് തന്നെ പറയാം. അതിലും താഴെയാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത്. എനിക്ക് പഠിക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലുമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സപ്ലി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചു.
അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എഴുതിയെടുക്കാം അങ്ങനെ ഒരു ചിന്തയായി. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ മാതാവിനെ അറിയുന്നത്, കൃപാസനത്തിലെ മാതാവിനെ അറിയുന്നത്. അതുവരെ എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ പക്ഷേ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിക്കാറുണ്ട്. ഞാനും അമ്മയും എപ്പോഴും തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളൊരു അക്രൈസ്തവരാണ്, എങ്കിലും ഞങ്ങൾക്ക് മാതാവിനെ ഈശോയും വളരെയധികം വിശ്വാസമായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ട് വഴി ഞാൻ മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കാനും തുടങ്ങി. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ സമയമൊന്നും എനിക്കറിയില്ല. എനിക്ക് സമയമുള്ളപ്പോഴൊക്കെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് പോലും അമ്മ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ പിന്നെ സെക്കൻഡ് ഇയർ തൊട്ട് ഫോർത്ത് ഇയർ വരെ എന്നെ അമ്മ മാതാവ് ഫസ്റ്റ് ക്ലാസ്സിലൂടെയാണ് പാസ്സാക്കിയത്. അതൊരിക്കലും എൻ്റെ മെറിറ്റ് അല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അമ്മ മാതാവ് എന്നെ ഉയർത്തിയതാണ്. ഞാനല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ഫോർത്ത് ഇയറിൽ ഫസ്റ്റ് ക്ലാസ് എല്ലായിടത്തും ഫസ്റ്റ് ക്ലാസ്സോടെ അമ്മ പിന്നെ എനിക്കൊരു തോൽവി തന്നിട്ടില്ല എവിടെ. അത് കഴിഞ്ഞ് എൻ്റെ ഫോർത്ത് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യമാണ് ഞാനിവിടെ വരുന്നത്. 2023 ഞാൻ ആദ്യം മാതാവിൻ്റെ അടുത്ത് വരുന്നത്. അന്ന് മാതാവിനെ കണ്ട് നന്ദി പറഞ്ഞിട്ട് പോകാം ഓർത്താണ് വന്നത്. എൻ്റെ അമ്മയാണ് ആദ്യം ഇവിടെ വന്നേരം ഉടമ്പടി എടുത്തത്. അപ്പം ഞാൻ ഓർത്തു എവിടെയെങ്കിലും ജോലിക്ക് കയറി കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഉടമ്പടി പാലിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ എടുക്കുന്നത്, അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഉടമ്പടി എടുത്തില്ല, മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ജോലിക്ക് കയറാമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോയിട്ട് വിദേശത്ത് പോകണം എന്നൊരു ചിന്തയായി എനിക്ക്. അപ്പം ഞാൻ OET പഠിക്കാൻ തീരുമാനിച്ചിട്ട് അന്നേരം ഞാൻ ഓർത്തെന്നാൽ എനിക്ക് ഉടമ്പടി എടുക്കാം. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് OETക്ക് ചേരാമെന്ന് കരുതി ഞാൻ ഉടമ്പടി എടുത്തു, OETക്ക് ചേർന്നു. എനിക്ക് ലാംഗ്വേജൊക്കെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ എന്നിട്ടും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സ്പീക്കിങ്ങിനൊക്കെ പ്രാക്ടീസ് ചെയ്യാറൊക്കെ ഉള്ളത്. പക്ഷേ OET ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് OET എനിക്ക് കിട്ടിയില്ല. ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടിയ സ്പീക്കിംഗ് ആയിരുന്നു. പക്ഷേ അതിന് എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു, ബാക്കിയൊന്നും എനിക്ക് സ്കോറില്ല. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ നിരാശയായി. പിന്നെ ഞാൻ വേണ്ടെന്ന് വെക്കാമെന്ന് വെച്ചു. OET വേണ്ട, എല്ലാവരും എൻ്റെ അടുത്ത് OET ഇനി എഴുതെന്ന് പറഞ്ഞു. ഞാൻ വേണ്ടെന്ന് വെച്ചു. ഞാൻ ജോലിക്ക് കയറി. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സൗത്തിക്ക് പോകണം എന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. ഒരു ഏജൻസിയിൽ ഞാൻ ബന്ധപ്പെട്ടു. അവർ പറഞ്ഞതനുസരിച്ച് ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. എനിക്കൊരു പ്രതീക്ഷയില്ല, കിട്ടിയാൽ കിട്ടട്ടെ എന്നൊരു രീതിയിൽ ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കയറിയത്. അപ്പം അതിൽ എനിക്ക് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് വന്നത് തന്നെ നല്ലൊരു ഇൻ്റർവ്യൂവർ ആയിരുന്നു. മാതാവിനെ പോലെ ഒരാളായിരുന്നു, നല്ലൊരാൾ, ചിരിച്ച മുഖത്തോടെയായിരുന്നു എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് എൻ്റെ അടുത്ത് അവർ ചോദിച്ചത്. എനിക്ക് എന്തായാലും നല്ല രീതിയിൽ പറയാൻ പറ്റി. എങ്കിലും എനിക്ക് എൻ്റെ കഴിവ് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് കിട്ടുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, കിട്ടിയാൽ കിട്ടട്ടെ മാതാവേ, എന്തായാലും കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരായിരുന്നു അറ്റൻഡ് ചെയ്തത്. ആ അറ്റൻഡ് ചെയ്തതിൽ ആദ്യം അമ്മ മാതാവ് എനിക്കാണ് ഓഫർ ലെറ്റർ തന്നത്. അപ്പം ഞാൻ ഓർത്തു, മാതാവ് എനിക്ക് ഓഫർ ലെറ്റർ തന്നു, എനിക്കിനി എല്ലാം പെട്ടെന്ന് നടക്കും എന്ന് ഞാൻ ചിന്തിച്ചു. എല്ലാം പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് ചിന്തിച്ചു. അങ്ങനെ ഇരുന്നു, സന്തോഷിച്ചു. ആദ്യം ഓഫർ ലെറ്റർ കിട്ടിയ എനിക്ക് എല്ലാം ഡിലേ ആയിരുന്നു. ഒരു കാര്യം പോലും എനിക്ക് നേരത്തെ നടന്ന് കിട്ടിയില്ല. എന്നിട്ട് എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ വളരെയധികം ഡിലേ ആയിരുന്നു. സൗദിക്ക് പോകുന്നവർക്കറിയാം, ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ആവാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഡേറ്റ ഫ്ലോയിലായിരുന്നു എനിക്ക് ആദ്യമേ തടസ്സം. ആ തടസ്സം ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള തടസ്സമായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത്. 1 മാസം അല്ല അതിന് താഴെ വരേണ്ട കംപ്ലീറ്റ് ആവേണ്ട ഡേറ്റ ഫ്ലോ ആണ് എനിക്ക് കംപ്ലീറ്റ് ആയത്. 2 മാസം എടുത്താണ് എനിക്ക് ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയത്. അപ്പോഴെല്ലാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും. ശനിയാഴ്ച ദിവസം കൂടാതെ ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വചനം ഒരുപാട് എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എപ്പോൾ വചനം എടുത്താലും മാതാവ് എനിക്ക് ഉത്തരം തരാറുണ്ട് അതിലൂടെ. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ ഡേറ്റ ഫ്ലോ എനിക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ ഡേറ്റ ഫ്ലോ എനിക്ക് കംപ്ലീറ്റ് ആയി കിട്ടി. അത് കിട്ടിയെങ്കിലും എല്ലാം ഏറ്റവും അവസാനമാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എലിജിബിലിറ്റി കഴിഞ്ഞാലേ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എലിജിബിലിറ്റിയും എനിക്ക് ലേറ്റ് ആയിട്ട് തന്നെയാണ് അതെല്ലാം കംപ്ലീറ്റ് ആയത്. ഞാൻ എക്സാം എനിക്ക് ആഗ്രഹിച്ച ഒരു ഡേറ്റിൽ തന്നെ കിട്ടി. സെപ്റ്റംബർ 17 ഞാൻ എക്സാം എഴുതിയത്. അതും ചെന്നൈയിൽ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. ചെന്നൈയിൽ തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി. അവിടെ ഞാൻ പോയി ഉടമ്പടി തൈലോ കാശുരൂപം എല്ലാം ഉപ്പും എല്ലാം കൊണ്ടാണ് ഞാൻ അന്നേരം എക്സാം എഴുതാൻ പോയത്. സാക്ഷ്യത്തിലൊക്കെ കേൾക്കുന്ന പോലെ എനിക്കൊരു അടയാളം വേണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാതാവ് എനിക്കൊരു അടയാളം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ അങ്ങോട്ട് എക്സാം ഹോളിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള മാഡംസ് എല്ലാം ഗ്രേ കളറായിരുന്നു അവരുടെ യൂണിഫോം. അതെനിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി. എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ ഉടമ്പടി ഉപ്പ് കൊണ്ടാണ് എക്സാം ഹോളിൽ കയറിയത്. സിസ്റ്റത്തിൻ്റെ താഴെ ടേബിളിൽ ഞാൻ
ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. സിസ്റ്റം തുറന്നു. എക്സാം തുടങ്ങി. ഞാൻ എക്സാം ഓരോന്ന് അറ്റൻഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം ഒന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പാടായി തുടങ്ങി. ഞാൻ നോക്കിയ ടോപ്പിക്കൊന്നും വരുന്നില്ല. വേറെ എന്തൊക്കെയോ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. പ്രയോറിറ്റി ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു. അതിലൊന്നും നമുക്ക് ഏതാണെന്നറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ പിന്നെ പരീക്ഷിക്കുവാണോ, എനിക്ക് ഉള്ളതാണ് എനിക്കിത് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് തോന്നുന്ന പോലെ ഞാൻ പെട്ടെന്ന് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ക്ലോസ് ആയി പോകും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലിരുന്ന് ആരും എനിക്ക് പറഞ്ഞു തരുന്ന പോലെ എനിക്ക് തോന്നി, നീ ഇത് ചൂസ് ചെയ്യുക. അങ്ങനെ അങ്ങനെ ഒരു വിശ്വാസത്തിൽ ഞാൻ ചെയ്തു. പെട്ടെന്ന് തന്നെ ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പിന്നെ വിശ്വാസം പിന്നെയും പോയി. എനിക്ക് പിന്നെ വിഷമം വരാൻ തുടങ്ങി. മാതാവ് എനിക്ക് എക്സാം പാടായിരുന്നല്ലോ, ഞാൻ പാസ്സാവുകയല്ല, എനിക്ക് ഉറപ്പാണ്. ഞാനിവിടെ വരെ എത്തിയത് എൻ്റെ കഴിവുകൊണ്ടല്ലല്ലോ മാതാവല്ലേ എന്നെ ഇവിടെ എത്തിച്ചത്. ഇവിടെ എനിക്കൊരു പരാജയം തരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ചെന്നൈയിൽ നിന്ന് വീട്ടിലോട്ട് വരുന്നത്, ആ ട്രെയിനിൽ ഒരു പകുതിയോളം ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നു അവിടുന്ന് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്നോട് പറഞ്ഞു, നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്, നീ മാതാവിനോടല്ലേ പ്രാർത്ഥിക്കുന്നത്, മാതാവ് നിനക്ക് എല്ലാം തരുമെന്ന് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പിന്നെ വചനം എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബൈബിൾ വായിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയിലൊന്നും ഞാൻ മുടക്കം വരുത്തിയില്ല. എപ്പോഴേലും മാതാവ് എനിക്ക് തരുമെന്നൊരു വിശ്വാസമായിരുന്നു എനിക്ക്. സാധാരണ സെപ്റ്റംബർ 17-നാണ് ഞാൻ എക്സാം എഴുതിയത്. സാധാരണ മന്ത് എൻഡിലാണ് നമ്മുടെ റിസൾട്ട് വരുന്നത്. അപ്പം ഞാൻ ഒരുപാട് ടെൻഷനുള്ളൊരു കൂട്ടത്തിലാണ്. ഞാൻ എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എന്നെ ഒരുപാട് ടെൻഷൻ അടിപ്പിക്കാതെ എനിക്ക് കിട്ടുവാണേലും അല്ലെങ്കിൽ നേരത്തെ തരണമെന്ന് പ്രാർത്ഥിച്ചു. എല്ലാ മാസവും മന്ത് എൻഡ് വരുന്ന റിസൾട്ട് എനിക്ക് സെപ്റ്റംബർ 24 വന്നു. അത് സമയ ചുരുക്കത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഏറ്റവും അവസാനം വരേണ്ട റിസൾട്ടാണ്, ഏറ്റവും അവസാനത്തിൽ വരുന്ന റിസൾട്ട് എനിക്ക് മാതാവ് ഒത്തിരി ടെൻഷൻ എടുപ്പിക്കാതെ സെപ്റ്റംബർ 24 വന്നു. അത് ഞാൻ റിസൾട്ട് മാതാവിന് മുട്ടുകുത്തി നിന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാനത് ഓപ്പൺ ആക്കുന്നത്. ഞാനത് നോക്കിയപ്പം എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ കൂടെ എഴുതിയ എല്ലാവരിലും വെച്ച് ഏറ്റവും മാർക്ക് കൂടുതൽ എനിക്കായിരുന്നു. അതൊരിക്കലും എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് ഒരിക്കലും പാസ്സാകാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലൊരു എക്സാം ആയിരുന്നു അത്. അതെങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുപോലെ അന്ന് ഒരുപാട് ഞാൻ കരഞ്ഞു. മാതാവിനോടുള്ള നന്ദിയായിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞു. അങ്ങനെ ഞാൻ എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് മെഡിക്കലായിരുന്നു. മെഡിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് എടുക്കേണ്ട മെഡിക്കൽ കിട്ടുമല്ലെന്ന് കരുതി ഞാൻ മലപ്പുറം പോയി. ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു പോകാൻ. അതുകൊണ്ട് ഞാൻ മലപ്പുറത്ത് തന്നെ എന്തായാലും പോകാമെന്ന് കരുതി മലപ്പുറം പോയി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് പോയത്. അപ്പം ഞാൻ വിശ്വസിച്ചു, മലപ്പുറത്താണല്ലോ എടുക്കുന്നത്, അതുകൊണ്ട് എന്തായാലും ഫിറ്റായി കിട്ടും എന്ന് ഞാൻ വിചാരിച്ചു. എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഉടമ്പടി ഉപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മെഡിക്കൽ എടുത്തു. അതിൽ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ചെസ്റ്റ് എക്സ്റേക്ക് കുറച്ച് പ്രശ്നമുണ്ട്, അത് ഫിറ്റല്ല, റിപ്പീറ്റ് പറഞ്ഞു അവിടെ. അന്നേരം ഞാൻ ഒരുപാട് കരഞ്ഞു, മാതാവേ ഞാൻ ഇവിടെ വരെ വന്നതല്ലേ മാതാവേ, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടല്ലേ വന്നത്, എന്നിട്ട് എൻ്റെ മെഡിക്കൽ അൺഫിറ്റായി പോയല്ലോ, ഇനി ഞാൻ എന്നാ ചെയ്യേണ്ടത്, എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഒത്തിരി സമയമൊന്നുമില്ല, ഇപ്പം തന്നെ ഓൾറെഡി കുറേ ഡിലേ ആയിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഇത് ക്യാൻസലാക്കിയിട്ട് വേറെ ഇൻ്റർവ്യൂവിൽ വേറെ എടുക്കണമെന്ന് പറഞ്ഞു, വേറെ സെൻറ്ററിൽ എടുക്കണമെന്ന് പറഞ്ഞു മെഡിക്കൽ. എന്നിട്ട് ഒരു മെഡിക്കൽ എടുക്കണമെങ്കിൽ 8000 സംതിങ് ആണ്. അപ്പോൾ പെട്ടെന്ന് ആ പൈസ ഉണ്ടാക്കാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി, എന്തായാലും ഇവിടെ വരെ മാതാവ് എന്നെ എത്തിച്ചു, അതുകൊണ്ട് ഒന്നും കൂടെ എനിക്ക് ഒരു മെഡിക്കലും കൂടെ എടുക്കാം എന്ന് കരുതി ഞാനത് ക്യാൻസലാക്കിയിട്ട് എല്ലാം പുത്തനായിട്ട് ഒരു മെഡിക്കലും കൂടെ എടുത്തു. അതും മലപ്പുറം തന്നെയായിരുന്നു. അന്ന് എനിക്ക് ഇതിപ്പോൾ അൺഫിറ്റ് ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ മെഡിക്കൽ സെൻറ്ററിൽ ചെന്നിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനവും കേട്ടുകൊണ്ടിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ ചെസ്റ്റ് എക്സ്റേ എൻ്റെ ആയിരിക്കല്ലേ, മാതാവിൻ്റെ ആയിരിക്കണേ എടുക്കണേ, എൻ്റെ ആകല്ലേ, എൻ്റെ ആണെങ്കിൽ എനിക്കിത് കിട്ടൂല, അതെനിക്ക് ഉറപ്പാണ്, എൻ്റെ രക്തമാവല്ലേ അവിടെ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട്. എന്നിട്ട് എപ്പോഴും താമസിച്ചാണ് റിസൾട്ട് വരാറുള്ളത്. അന്നത്തെ ദിവസം എൻ്റെ റിസൾട്ട് പെട്ടെന്ന് വന്നു. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മെഡിക്കൽ ഫിറ്റാണ്. അതെല്ലാം മാതാവിൻ്റെ ഒരു വലിയ അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ. അതുപോലെ ഒരുപാട് അത്ഭുതങ്ങളായിരുന്നു പിന്നെ നടന്നുകൊണ്ടിരുന്നത്. എല്ലാ കാര്യത്തിലും താമസം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും മാതാവിൻ്റെ ഒരു അത്ഭുതം അല്ലെ ഒരു സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ മെഡിക്കൽ കഴിഞ്ഞു പിന്നെ അടുത്തത് വിസയ്ക്കാണ്. വിസയ്ക്ക് അപ്ലൈ ചെയ്തു. മെഡിക്കൽ 2 മാസമുള്ളൂ മെഡിക്കലിൻ്റെ വാലിഡിറ്റി. അപ്പം അതിനുള്ളിൽ വിസ വരണം. എനിക്ക് മാത്രം വിസ വരുന്നില്ല. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, എൻ്റെ മെഡിക്കൽ എക്സ്പയർ ആയി. എനിക്കിനി വേറെ വഴിയൊന്നുമില്ല. ഞാൻ ഏജൻസി വിളിച്ചു ചോദിച്ചപ്പോൾ ഏജൻസിക്കാരൻ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് വിസ കൊടുക്കുന്നില്ല, ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുവാണ്,
നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ളൊരു മനസ്സില്ലായിരുന്നു. അപ്പം ഞാൻ എല്ലാം പെട്ടെന്ന് നടക്കും, എനിക്ക് പെട്ടെന്ന് പോകാമെന്നൊരു ചിന്ത മാത്രമേ എനിക്കുള്ളായിരുന്നു. പ്രാർത്ഥിച്ചു, ഇതേ അപ്പം തന്നെ കിട്ടും, അങ്ങനെ ഒരു ഇതായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥന കൂട്ടാൻ തുടങ്ങി, ഉപവാസം കൂട്ടാൻ തുടങ്ങി. പറയുന്ന പോലെ പത്രങ്ങളൊക്കെ ആദ്യം കൊടുക്കാൻ എനിക്ക് മടിയായിരുന്നു. അതെല്ലാം എനിക്ക് തന്നെ മാറി. ആ മടിയൊക്കെ തന്നെ മാറി. ഞാൻ തന്നെ സന്തോഷത്തോടെ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി, പ്രാർത്ഥിച്ച് കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ മെഡിക്കൽ കഴിഞ്ഞപ്പോഴത്തേക്ക് റീമെഡിക്കൽ പിന്നെ വന്നു, ഡേറ്റ് വന്നു. ആ മെഡിക്കൽ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഫിറ്റായി. എൻ്റെ വിസയ്ക്ക് പിന്നെ അപ്ലൈ ചെയ്തു. എൻ്റെ ഫ്രണ്ടിന് വിസ വന്നു, എന്നിട്ടും എനിക്ക് വിസ വരുന്നില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഉടമ്പടിയിലല്ലേ, ഉടമ്പടി എടുക്കാത്ത എല്ലാവർക്കും ഇതേ എല്ലാം കിട്ടുന്നു, എനിക്ക് മാത്രം എന്നാ മാതാവേ ഒന്നും കിട്ടാത്തേ, അമ്മ മാതാവിന് എന്നെ ഇഷ്ടമില്ലേ, അമ്മ മാതാവിൻ്റെ മകളല്ലേ ഞാനൊന്ന് ചോദിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴും മാതാവിനോട് സംസാരിക്കുന്നത് എൻ്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെയാണ്. ഞാൻ അമ്മയുടെ മകളല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ മാതാവിനോട് സംസാരിക്കാറുള്ളൂ. എന്നിട്ട് അപ്പോഴൊന്നും എനിക്ക് അടയാളങ്ങളൊന്നും കിട്ടുന്നില്ല. ഞാൻ വചനം എടുത്തപ്പോഴാണേലും എനിക്കൊന്നും മനസ്സിനൊരു സന്തോഷമൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെയും ഒരുപാട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ നിന്ന് പോകാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളൊരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ എല്ലാവരും പറയും, കൃപാസനത്തിൽ പോയിട്ട് ഇത്ര നീ പ്രാർത്ഥിച്ചു, നീ എന്തോരം പ്രാർത്ഥിക്കുന്ന കൊച്ചാ, നിനക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, ഒന്നും കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ നീ നിങ്ങളുടെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഞാൻ മാതാവിനെ മാത്രം, ജീവനുള്ള ഈശോയിൽ ഉയർത്തെഴുന്നേറ്റ് ഈശോയിൽ വിശ്വസിക്കുന്നു, അമ്മ മാതാവിൽ വിശ്വസിക്കുന്നു, എന്നിട്ട് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു വിഷമം വരുന്നതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയോട് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫെബ്രുവരി 2 എൻ്റെ വിസ എനിക്ക് വന്നു. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ വിസ എനിക്ക് വരുമെന്ന്. ഫെബ്രുവരി 2 എനിക്ക് വിസ വരില്ല എന്ന് കരുതി ഞാൻ ഫെബ്രുവരി 2 ഞാൻ വേറൊരു ഏജൻസിയിൽ ബന്ധപ്പെട്ട് അവർ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ഫെബ്രുവരി അടുത്ത തലേദിവസം ഫെബ്രുവരി 1 മാതാവിനോട് ചോദിച്ചു, മാതാവ് എനിക്കായിട്ട് ഇത് വെച്ചേക്കുന്നതാണെങ്കിൽ എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇടവരരുത്, എനിക്കിത് തരണം. 1 മണിക്കാണ് എൻ്റെ ഇൻ്റർവ്യൂ. ആ 1 മണിക്ക് മുമ്പ് അമ്മ മാതാവ് എനിക്കൊരു അടയാളം തന്ന് എൻ്റെ ടിക്കറ്റിൻ്റെ വിസയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഫെബ്രുവരി 2 ഒരു 12:15 ആയപ്പോഴത്തേക്കും എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അതുലയുടെ വിസ വന്നിട്ടുണ്ട്, സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് അവരുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ല, കാരണം എനിക്ക് അത്രമാത്രം സന്തോഷമുണ്ടെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് ആദ്യമേ പറഞ്ഞത്. മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് മാതാവിനോട് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും എല്ലാം തടസ്സമാണ്, എനിക്കൊന്നും പെട്ടെന്ന് കിട്ടിയിട്ടില്ല. ടിക്കറ്റിൻ്റെ കാര്യമാണെങ്കിലും ടിക്കറ്റ് എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വന്നു ടിക്കറ്റ്, എന്നിട്ടും എനിക്ക് വരുന്നില്ല. അവർക്കൊക്കെ 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് വരുന്ന ടിക്കറ്റ് എനിക്ക് 7 ദിവസം കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞു, എന്നിട്ടും 15 ദിവസം കഴിഞ്ഞു, ടിക്കറ്റ് വരുന്നില്ല. ഞാൻ ഏജൻസിക്കാരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും ഇന്ന് വരും, നാളെ വരും എന്ന് പറയും. എനിക്ക് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല, കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും എന്നോട് ചോദിക്കും, കൊച്ചേ നീ പഠിച്ചിറങ്ങിയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുവാണോ, നിനക്കൊന്നും ആയില്ലേ, അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു, കരഞ്ഞ് ഒരുപാട് രാത്രികളുണ്ട്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും തോന്നിയിട്ടില്ല. അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. മാതാവേ, പഠിച്ചിറങ്ങിയ ഒരാളാണ് ഞാൻ, ഇത്രയും കഷ്ടപ്പെട്ടാണ് എൻ്റെ വീട്ടുകാരെന്നെ പഠിപ്പിച്ചത്, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ ജീവിക്കുന്നത് എന്തൊരു ജീവിതം, അങ്ങനത്തെ ഒരു ജീവിതം എനിക്ക് വേണമെന്നില്ല എന്നൊക്കെ വരെ പ്രാർത്ഥിച്ചു. അങ്ങനെയൊക്കെ എനിക്ക് ആ സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം ഒരു അമ്മയോടെന്ന് പറയുന്ന പോലെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ എനിക്ക് എൻ്റെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ ടിക്കറ്റ് ഉടനെ വരും, 12-ാം തീയതിക്കത്തേക്കൊക്കെ വരും, നീ ടെൻഷനൊന്നും ആവണ്ട എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ടും എനിക്ക് ഏജൻസിയിൽ ഒരു വിശ്വാസമില്ല, കാരണം 1.5 വർഷമായിട്ട് ഇവർ ഇത് തന്നെയാണ് പറയുന്നത്. ഒരാൾ സൗദിക്ക് പോകാൻ വെയിറ്റ് ചെയ്യേണ്ടത് ഒരു 6 മാസമാണ്. ഞാൻ വെയിറ്റ് ചെയ്തത് 1.5 വർഷമാണ് എൻ്റെ സൗദിക്ക് പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത്. അവിടെ എല്ലാം എനിക്ക് തടസ്സങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായത്. എനിക്ക് ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്, എപ്പോഴേലും എനിക്കത് സാധിച്ചു കിട്ടും, അത് നല്ലതിനായിരിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ എനിക്ക് പെട്ടെന്ന് സാക്ഷ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെയോ ഒരു സാക്ഷ്യം കണ്ടപ്പം 1000 മണി ജപമാല എൻ്റെ മനസ്സിൽ വന്നു. അന്നേരം തൊട്ട് എനിക്ക് 1000 മണി ജപമാല ചെല്ലണം എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി. എനിക്കറിയത്തില്ല 1000 മണി ജപമാല എനിക്കറിയാം, പക്ഷേ 1000 മണി ജപമാല എങ്ങനെ ചെല്ലേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ യൂട്യൂബിൽ നോക്കി അത് പഠിച്ചു. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ 9 ദിവസം ചെല്ലും 1000 മണി ജപമാല, അതിനുള്ളിൽ എനിക്കൊരു അടയാളം, എൻ്റെ ടിക്കറ്റ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ടിക്കറ്റിനൊരു അടയാളം എനിക്ക് തരണം മാതാവെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അന്നത്തെ ദിവസം, അതായത് 1000 മണി ജപമാല ചെല്ലുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ നോയമ്പെടുത്തിട്ടായിരുന്നു ചെല്ലിക്കൊണ്ടിരുന്നത്. അത്ര വിശുദ്ധിയോടെ ചെല്ലണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്നിട്ട് ഈശോയുടെ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈശോയുടെ എഴുന്നേൽപ്പ് മാസമാണിത്, ഏപ്രിൽ 5 ഈസ്റ്ററാണ്,
ഈസ്റ്ററിൻ്റെ സമ്മാനമായിട്ട് എൻ്റെ ടിക്കറ്റിനൊരു അടയാളം, എൻ്റെ ടിക്കറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ 1.5 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പേര് കരയുന്നു. എൻ്റെ കരച്ചിലൊന്നും കേൾക്കുന്നില്ല ആരും. ഞാൻ 1.5 വർഷമായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ഉടമ്പടി ഏപ്രിൽ 14-ാം തീയതി കഴിയും. അതിന് മുമ്പ് അമ്മ മാതാവ് എനിക്കിത് തന്നില്ല എങ്കിൽ ഞാൻ മാതാവിനോട് ഇനി ഇതിനെപ്പറ്റി പറയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത്. ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല, കാരണം എനിക്കിതുള്ളതല്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ ഇനി പറയത്തില്ല മാതാവേ, ഞാൻ ഇനി ഉടമ്പടിയിൽ അമ്മയുടെ കൂടെ നിൽക്കേണ്ട എന്ന് അമ്മയുടെ തീരുമാനമെങ്കിൽ എനിക്കത് മനസ്സിലാക്കി ഏപ്രിൽ 14-ന് മുമ്പ് എൻ്റെ ടിക്കറ്റ് വന്നില്ല എങ്കിൽ പിന്നെ മാതാവിനെ ഞാൻ ശല്യപ്പെടുത്തത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് 1000 മണി ജപമാല ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം ഇതെല്ലാം കഴിയുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ ഒരടയാളം ഇന്ന് തരണേ. അന്നൊന്നും എനിക്ക് തന്നില്ല. 5-ാമത്തെ പ്രാവശ്യം ചൊല്ലി 6, 7 ഒക്കെ ആയി. അത് കഴിയുമ്പോഴത്തേക്ക് ഈസ്റ്റർ ഏപ്രിൽ 5. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ എനിക്കൊരു സമ്മാനമായിട്ട് തരുന്നില്ല എൻ്റെ ടിക്കറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം തരുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് എനിക്കൊന്നും നടന്നില്ല. ഈ എല്ലാ സങ്കടങ്ങളും എനിക്ക് തന്നെങ്കിൽ പോലും മാതാവ് എനിക്ക് വേണ്ടി നല്ലത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഞാൻ 5-ാം തീയതി കഴിഞ്ഞ് 6-ാം തീയതി ആയി. 6-ാം തീയതി ആയപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് ഒന്നും വന്നില്ലല്ലോ. അത് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കും, ഫോണിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ ഫോൺ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, അതുല്യയുടെ ടിക്കറ്റ് വന്നു, ഏപ്രിൽ 14 അതുല്യയുടെ ഡേറ്റ്, 14 പോകേണ്ടത്. ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് ഏപ്രിൽ 14 മുമ്പ് അമ്മയുടെ സന്നിധിയിൽ എൻ്റെ ടിക്കറ്റും കൊണ്ട് എനിക്ക് വരാൻ പറ്റണമെന്നാണ് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ അമ്മ മാതാവ് സമയ ചുരുക്കത്തിൻ്റെ അടയാളത്താൽ എനിക്ക് എൻ്റെ ടിക്കറ്റ് ഏപ്രിൽ 14-ാം തീയതി തന്നു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തത് ഞാൻ മാതാവിനോട് ചോദിച്ചതുപോലെ ഈസ്റ്ററിൻ്റെ സമ്മാനമായിട്ട് ഏപ്രിൽ 5-ന് തന്നെയാണ് എൻ്റെ ടിക്കറ്റ് എനിക്ക് ഇഷ്യൂ ചെയ്തത്. മാതാവിനോട് ഞാൻ ചോദിച്ച ഏതൊക്കെ ഡേറ്റാണോ ആ ഡേറ്റിൽ തന്നെയാണ് മാതാവ് എനിക്ക് തന്നത്. ഏപ്രിൽ 5 എൻ്റെ ഈസ്റ്റർ സമ്മാനമായിട്ട് എൻ്റെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തു. ഏപ്രിൽ 14 എൻ്റെ ഉടമ്പടി തീരുന്നതിന് മുമ്പ് എൻ്റെ അമ്മ എനിക്ക് ടിക്കറ്റ് തന്ന് ആ ടിക്കറ്റും കൊണ്ട് എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ പറ്റി. ഇതിൽ വലിയൊരു അനുഗ്രഹം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടാനില്ല. ഇതിൽ കൂടുതൽ എന്ത് നന്മ എന്ത് വലുത് എനിക്ക് വന്നാലും അമ്മ മാതാവ് ഈ തന്നതിൻ്റെ അത്ര ഒരിക്കലും വരത്തില്ല. അത് നേരത്തെ കിട്ടി. അതുപോലെ തന്നെ ഞാൻ മാർച്ച് 1-ന് എനിക്കറിയാവുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് ടിക്കറ്റ് വന്നു. അപ്പം എനിക്ക് വന്നിട്ടില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് ചോദിച്ചു, മാതാവേ എനിക്കെന്താ ടിക്കറ്റ് വരാത്തത്, ബാക്കിയുള്ളവർക്കൊക്കെ ടിക്കറ്റ് വന്നല്ലോ, അപ്പോൾ എനിക്കിനി പോകാൻ പറ്റത്തില്ലേ എന്ന് മാതാവിനോട് ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ യുദ്ധം വന്നത്. ആ മാർച്ച് 1-ാം തീയതി പോകാനിരുന്നവരുടെ എല്ലാവരുടെയും ടിക്കറ്റ് ക്യാൻസലായി. ഞാൻ ഉടമ്പടി എടുത്ത ഒരാളാണ്. ഞാൻ ഇവിടെ വന്ന് എൻ്റെ ടിക്കറ്റ് മാർച്ച് 1-ന് വന്നു എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുമായിരുന്നെങ്കിൽ ആ സാക്ഷ്യത്തിന് ഒരു വിലയില്ലെന്നായി പോയേനെ. അതുകൊണ്ട് മാതാവ് എന്നെ ആ സമയത്ത് എനിക്ക് ടിക്കറ്റ് തന്നില്ല. മനഃപൂർവ്വം മാതാവ് എനിക്ക് തരാത്തതാണ്. എനിക്ക് നല്ലൊരു ഡേറ്റിൽ തന്നെ മാതാവ് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഏപ്രിൽ 14-ന് എനിക്ക് തന്നു. അതാണ് ഞാൻ ആഗ്രഹിച്ച കാര്യം. പിന്നെ ഞാൻ പോകുന്നത് സൗദിക്കാണ്. എൻ്റെ ഹോസ്പിറ്റലിൽ പല പല ബ്രാഞ്ചുണ്ട്, ദമാം, റിയാദ്. ദമാമിലൊക്കെ ഭയങ്കര തിരക്കുള്ളത്. അപ്പം ഞാൻ മാതാവിനോട് വലിയ ആഗ്രഹിച്ചെന്ന് ചോദിച്ചല്ല, ചുമ്മാ ചോദിച്ചു, മാതാവേ എനിക്ക് ദമാം വേണമെന്നില്ല, പിന്നെ മാതാവിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ എനിക്ക് തന്നേരം, എനിക്ക് റിയാദാണ് താല്പര്യം എന്ന് പറഞ്ഞു. എൻ്റെ ടിക്കറ്റ് വന്നപ്പോൾ ഞാൻ നോക്കി, എനിക്ക് റിയാദ് തന്നെയാണ് കിട്ടിയേക്കുന്നത്, ദമാമിലല്ല എനിക്ക് കിട്ടിയേക്കുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി എനിക്ക് ഈ അനുഗ്രഹം തന്ന്. പിന്നെ എനിക്ക് പറയാനുള്ള രോഗസൗഖ്യത്തെക്കുറിച്ചാണ്, എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് ചെസ്റ്റിലൊരു തടിപ്പുണ്ടായിരുന്നു. അത് ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെയാണ് അത് കണ്ടുപിടിച്ചത്. ഞങ്ങൾ ആശുപത്രി കൊണ്ടേ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് അവർ പറഞ്ഞത് അത് നമുക്ക് ഡൗട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്കത് ബയോപ്സി ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണല്ലോ. ഞങ്ങൾക്ക് കിട്ടിയ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 7 അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസത്തിലാണ് ഞങ്ങൾക്ക് ടെസ്റ്റിനുള്ള ഡേറ്റ് കിട്ടിയത്. 2:30 സമയമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വിശ്വസിച്ചു അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന് വിശ്വസിച്ചു. അങ്ങനെ റിപ്പോർട്ട് വന്നു, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, നോർമലായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത്. അതുപോലെ തന്നെ 14 വർഷമായിട്ട് അമ്മയുടെ ഇടത്തെ കാലിൻ്റെ മുട്ടിന് മണ്ടയിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. ആ തടിപ്പ് 14 വർഷമായിട്ട് ആയതുകൊണ്ട് തന്നെ അവർ വലുതായതുകൊണ്ട് അവർ പറഞ്ഞു ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഓപ്പറേഷനിലൂടെ റിമൂവ് ചെയ്തിട്ട് നമുക്കത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അന്നും ഞങ്ങൾ ഇതുപോലെ ഒരുപാട് പ്രാർത്ഥിച്ചു. വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. വിശുദ്ധ തൈലം കൊണ്ട് ഉപ്പും കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ റിസൾട്ട് വന്നു. ആ റിസൾട്ടിലും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഉള്ളത് എനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണ്. എനിക്ക് ഈ പറയുന്നതുപോലെ തന്നെ എൻ്റെ ചെസ്റ്റിൽ ഒരു തടിപ്പ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചുമ്മാ നോക്കിയപ്പോൾ വന്നു, എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ഈ മാതാവിനോട് പ്രാർത്ഥിച്ച് തൈലം ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നും. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു നമുക്കൊരു ഡൗട്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് എന്തായാലും ഒരു USG ചെയ്ത് നോക്കാം. USG ചെയ്ത് നോക്കി. ആ റിപ്പോർട്ടിലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഇതെല്ലാം മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് കിട്ടിയ സൗഖ്യമാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ കഴുത്തിലും ഒരു തടിപ്പുണ്ടായിരുന്നു. ഇതെല്ലാം എനിക്ക് ഈ സമയത്തിലൂടെ വന്ന കാര്യങ്ങളാണ്. അതിലെല്ലാം എനിക്ക് രോഗസൗഖ്യം മാതാവ് തന്നു. ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ അസുഖങ്ങളും എല്ലാം എന്തൊക്കെ വന്നാലും ആ അസുഖങ്ങൾക്കെല്ലാം
ഒരു മരുന്നിനേക്കാളും കൂടുതലായിട്ട് ഞങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഉടമ്പടി വസ്തുക്കളാണ്. അമ്മ മാതാവ് തന്ന ഈ അനുഗ്രഹം, അമ്മ മാതാവിലൂടെ എന്ന് ജീവിക്കാനാണ് ഞാനും എൻ്റെ കുടുംബവും ആഗ്രഹിക്കുന്നത്. എന്നും ഈ ഉടമ്പടിയിൽ ജീവിച്ച് അമ്മയുടെ മകളായി മുമ്പോട്ട് ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് പത്രം കൊടുക്കുക. ആദ്യമൊക്കെ മടിയുണ്ടായിരുന്നു. പിന്നെ മാതാവിനോട് അടുത്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആ മടിയെല്ലാം മാറി. ഞങ്ങൾ പള്ളിയിൽ അവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കും, വഴിയരികിലിരിക്കുന്നവർക്ക് കൊടുക്കും. പിന്നെ ആ കൂടത്തിൽ തന്നെ ചോറും പൊതി ഞങ്ങൾ കെട്ടിക്കൊടുക്കാറുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ ആൾക്കാരെ പോയി കാണുക, അവരോട് മിണ്ടുക, പിന്നെ അവർക്ക് ചോറ് പൊതിയൊക്കെ കൊടുക്കുക, ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള അനാഥാലയത്തിൽ പോയി അവിടെയുള്ള കുഞ്ഞുമക്കളെയും അവിടെയുള്ള പ്രായമായവരെയും കാണുകയും അവരുടെ അടുത്ത് സംസാരിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ആഴ്ചയിൽ 1 മുടങ്ങാതെ പരമാവധി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട്. പിന്നെ വചനം ഒരുപാട് ഞാൻ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് വചനം വായിക്കാൻ വളരെയധികം എനിക്കിഷ്ടമാണത്. ഞാൻ ഇഷ്ടത്തോടെയാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ 5-6 ജപമാലയൊക്കെ ഞാൻ എന്നും തന്നെ ചെല്ലാറുണ്ട്. ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും എനിക്കും എൻ്റെ കുടുംബങ്ങൾക്കും ഈ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവും ഈശോയ്ക്കും ഒരുപാട്. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 2-ാം അധ്യായം 23-ാം വചനമാണ്. ദൈവം നമുക്ക് ആവശ്യമായ അനുഗ്രഹം ശരിയായ സമയത്ത് തന്നെയാണ് നൽകുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മെ കരം പിടിച്ച് ആ ശരത്കാല വൃഷ്ടിയിലേക്ക് നമ്മെ നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും വേണ്ട സമയത്ത്, വേണ്ട അളവിൽ, വേണ്ട രീതിയിൽ അനുഗ്രഹം നൽകുമെന്ന വിശ്വാസത്തോടെയാണ് ഓരോ ഉടമ്പടി മക്കളും ഇവിടെ വരുന്ന ഓരോ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളുടെ പൂർണ്ണ വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസം. യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകുമെന്ന പൂർണ്ണ വിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ചില സമയങ്ങളിൽ വരണ്ട മണ്ണ് പോലെയാവാം. ആ സമയത്തും പ്രതീക്ഷ കൈവിടാതെ ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യുന്നോടം വരെ കാത്തിരിക്കാനാണ് ഉടമ്പടി മക്കളെ നിന്ന് ഈശോയും അമ്മയും ആഗ്രഹിക്കുന്നത്. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കാണ് ഉടമ്പടി മക്കളെ നയിക്കുന്നത്. വരൾച്ചയിൽ നിന്ന് സമൃദ്ധിയിലേക്കും കണ്ണീരിൽ നിന്ന് സന്തോഷത്തിലേക്കും നയിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. നമുക്കും നമ്മുടെ ജീവിതത്തിലും വരണ്ട ഹൃദയത്തിൽ ആ കർത്താവിനെ കാത്തിരിക്കുവാനായിട്ട് ശ്രമിക്കാം. കൂടുതൽ വിശ്വാസത്തോടും കൂടുതൽ തീഷ്ണതയോടും കൂടി മകൾ അതുല്യ പറഞ്ഞതുപോലെ പല പ്രാവശ്യവും പലപ്പോഴും പല തടസ്സങ്ങളായിരുന്നു. 1.5 വർഷത്തോളം കാത്തിരുന്നു എന്നാണ്. പക്ഷെങ്കിൽ അവസാനം നമ്മൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്, സാക്ഷ്യപ്പെടുത്തുന്നത്, അവസാനം ദൈവം നൽകിയ ഒരു ശരത്കാല വൃഷ്ടിയെ പറ്റിയാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും അമ്മയുടെ മധ്യസ്ഥയിലൂടെ നമുക്കും അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഓരോ സമയമുണ്ട്. കർത്താവേ, എൻ്റെ വരണ്ട ഹൃദയത്തിൽ കാത്തിരിക്കുവാനുള്ള ക്ഷമയും വിശ്വാസവും നൽകണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അമ്മയുടെ മധ്യസ്ഥയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും നന്മയ്ക്കും സഹായിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും സമയമറിയാവുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയെത്തിയ കൃപാസനം അമ്മയാണ് നമ്മെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും കാത്തിരിക്കാം. ക്ഷമയോടെ, വിശ്വാസത്തോടെ, പൂർണ്ണ തീക്ഷ്ണതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മഴ പെയ്യിക്കാൻ പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും അതിലേക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആമേൻ. നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിൽക്കാൻ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് നിഷ. ഇത് എൻ്റെ ഹസ്ബൻഡ് രാജേഷ്. ഇതെൻ്റെ മൂത്ത മകൾ ഏഞ്ചലീന, ഇളയ മകൻ ഇവാൻ. ഞങ്ങൾ UK നിന്നാണ് വരുന്നത്. 2023 ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിനുള്ള കാരണം UK പോകുവാൻ ഒരു ചാൻസ് വന്നു.
എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ IELTS എക്സാം എഴുതിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിരുന്നു. കാരണം ഞാനൊരു LP സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. ഒരു തരത്തിലും എനിക്ക് IELTS എക്സാമിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് പഠിക്കുവാനുള്ള സമയവും കുറവായിരുന്നു. കാരണം മെയ് മാസം 1-ാം തീയതിയാണ് ഹസ്ബൻഡ് എന്നെ കൊണ്ടുവന്ന് IELTS എക്സാമിന് ഒരു കോച്ചിങ് സെൻറ്ററിൽ ചേർക്കുന്നത്. മെയ് 11-ാം തീയതി എക്സാം ഡേറ്റ് പറഞ്ഞു. 11 ദിവസം കൊണ്ട് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം, എനിക്കത് പാസ്സാകാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഒരു തരത്തിൽ ഞങ്ങൾ കമ്പനിക്ക് റിക്വസ്റ്റ് ഇട്ടു. അത് മെയ് 27 എന്നുള്ള ഡേറ്റ് തന്നു. അതിനുള്ളിൽ ഞാൻ എൻ്റെ മെഡിക്കലും പാസ്പോർട്ടും ഫാമിലി പാസ്പോർട്ടും എല്ലാം എടുത്തു. അതോടുകൂടി എനിക്ക് ഭയങ്കര ടെൻഷനുമായി. കാരണം ഈ IELTS എക്സാം പാസ്സായില്ലെങ്കിൽ പിന്നെ എനിക്ക് പോകാനേ പറ്റത്തില്ല. ഒരേലൊരു ചാൻസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ആ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ജോയിൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആ സാർ എന്നോട് പറഞ്ഞു, നീ തലകുത്തി നിന്നാലും ഈ എക്സാം മെയ് 27 പാസ്സാവത്തില്ല. കാരണം എനിക്ക് ഒന്നും പറയാൻ അറിയത്തില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ കയറിയാലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പേടിച്ചിട്ട് എനിക്ക് ഒന്നും പുറത്തോട്ട് വരത്തില്ല. അങ്ങനെ ആ സാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, അമ്മ അന്നാ വീട്ടിലിരുന്ന് പഠിക്കും, ഇനി ആ സാറിൻ്റെ അടുത്ത് പോയി പഠിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ഡൗൺലോഡ് ചെയ്ത് വീട്ടിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. അതോടൊപ്പം ഞാൻ ശക്തമായി പ്രാർത്ഥനയും മുമ്പോട്ട് കൊണ്ടുപോയി. അങ്ങനെ മെയ് 27-ാം തീയതി ഞാൻ എക്സാം സെൻറ്ററിൽ ചെന്നപ്പോൾ ഫസ്റ്റ് ഒരു ഇൻ്റർനാഷണൽ എക്സാം സെൻറ്ററിൽ കയറി. എനിക്ക് ആകെപ്പാടെ ടെൻഷനായി. അവരുടെ ചെക്കപ്പും എല്ലാം പരിശോധനയെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആകെ ഡൗണായി. അമ്മയുടെ കാശ് രൂപം മാത്രമുണ്ട് എൻ്റെ കയ്യിൽ. അങ്ങനെ അമ്മയെ മുറുകെ പിടിച്ച് ഞാൻ എക്സാം ഹാളിൽ കയറി. അപ്പോഴും എൻ്റെ പ്രതീക്ഷ, ഞാൻ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, അമ്മ മാതാവ് നമുക്ക് ആൻസേഴ്സ് പറഞ്ഞു തരും, നമുക്ക് എഴുതാം. പക്ഷേ എനിക്ക് ഒന്നും ഉണ്ടായില്ല. എനിക്ക് ഒന്നും എഴുതാനും പറ്റിയില്ല. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അവിടെ തന്നെ ഇരുന്നു. കറക്കി കുത്തി എന്തൊക്കെയോ കാണിച്ച് ഇറങ്ങിപ്പോന്നു. അതിനുശേഷം ഞാൻ ഇറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, സാരമില്ല, പോയാൽ പൊക്കോട്ടെ, സാരമില്ല, കരയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഇനി എന്നെ ഈ പടി ചവിട്ടിക്കരുതേ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു കഴിവും കൊണ്ടല്ല, നിൻ്റെ ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാൽ എന്നെ ഈ എക്സാം പാസ്സാക്കി തരണേ അമ്മേ എന്ന് പ്രാർത്ഥിച്ചു വന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ എക്സാമിന് ഞാൻ UK പോകാനുള്ള IELTS ഉള്ള സ്കോർ കിട്ടി. അതോടൊപ്പം ഞാൻ രണ്ടാമതായി വെച്ച ഉടമ്പടിയായിരുന്നു എൻ്റെ ഫാമിലിയെയും എത്രയും പെട്ടെന്ന് UK എത്തിക്കുക എന്നുള്ളത്. പക്ഷേ എൻ്റെ മോള് അപ്പോൾ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, 18 എബോവ് ആയിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഡിപ്പെൻഡൻ്റ് വിസയിൽ മോളെ കൊണ്ടുപോകുവാൻ പറ്റത്തില്ല 18 എബോവ് ആയതുകൊണ്ട്. എങ്കിലും ഞാൻ ആ ഉടമ്പടിയിൽ വെച്ചു, മാതാവേ, എൻ്റെ ഫാമിലിയെ മുഴുവനും UK എത്തിക്കണമേ എന്ന്. അങ്ങനെ ഞാൻ പോയത് ഒരു നേഴ്സിംഗ് ഹോമിലോട്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് വർക്ക് ചെയ്യുന്നു. അതിനിടയിൽ അവിടെ ഒരു വേക്കൻസി ഉണ്ടാവുന്നു. അതിനകത്തോട്ട് മോൾ ആപ്ലിക്കേഷൻ ഇട്ടു. അങ്ങനെ മോളുടെ ഇൻ്റർവ്യൂവും എല്ലാം IELTSും എല്ലാം പാസ്സായി. അമ്മ മാതാവ് മോളെയും സെയിം നേഴ്സിംഗ് ഹോമിൽ തന്നെ ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു. അതോടുകൂടി എൻ്റെ ഉടമ്പടിയൊക്കെ ഞാൻ പതിയെ ഉഴപ്പി തുടങ്ങി. കാരണം ഫാമിലി എല്ലാം അവിടെയായി. പ്രാർത്ഥനയുണ്ട്, അമ്മ മാതാവിനോട് ഭക്തിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഉടമ്പടി ഞാൻ ഉഴപ്പി. അതിന് ഞാൻ അമ്മ മാതാവിനോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് 2024 ഒക്ടോബറിൽ ഞങ്ങൾ വെക്കേഷന് വരുന്നു, ഇവിടെ വരുന്നു. ഉടമ്പടി ഉഴപ്പിയിരിക്കുന്നത് കൊണ്ട് തന്നെയും ആദ്യത്തെ ഒരു 3 മാസമാണ് ഞാൻ പ്രോപ്പറായിട്ട് ഉടമ്പടി കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സാക്ഷ്യം കേൾക്കുന്നില്ല, അച്ഛൻ്റെ ധ്യാനം കേൾക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഉടമ്പടി എങ്ങനെ പ്രോപ്പറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും എനിക്കറിയില്ല. UK പോകുന്നതിന് മുമ്പ് വന്ന് ഞാനിവിടെ ഉടമ്പടി പുതുക്കി, പക്ഷേ സാക്ഷ്യം പറഞ്ഞില്ല. കാരണം ഞാനിവിടെ വന്നപ്പോൾ ഈ തിരക്കും ബഹളവും എല്ലാം കണ്ട് ഞാൻ സാക്ഷ്യം പറയാതെ തിരിച്ചു പോയി. അങ്ങനെ ഒക്ടോബർ മാസം ഞാനിവിടെ എത്തി. ഒക്ടോബർ മാസം എത്തിയെങ്കിലും ഞാൻ അമ്മ മാതാവിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചേച്ച് പോയി. ഉടമ്പടി പുതുക്കുകയോ അല്ലെങ്കിൽ സാക്ഷ്യം പറയാൻ ശ്രമിക്കുകയോ ചെയ്യാതെ ഞാൻ തിരിച്ചു പോയി. അങ്ങനെ നവംബർ ആദ്യത്തോടു കൂടി ഞങ്ങൾ തിരിച്ച് UK സാധാരണ പോലെ ജോലിയൊക്കെ ചെയ്യുന്നു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഉടമ്പടിയുടെ കാര്യം പാടെ മറന്ന് ജീവിക്കുന്നു. എന്നാൽ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഉടമ്പടി ലൈഫ് എന്നിൽ നിന്ന് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഡിസംബർ 9-ാം തീയതി എൻ്റെ മമ്മിക്ക്
ആൾ നല്ല ഹെൽത്തി ആയിരുന്നു. ഒരു പ്രശ്നവുമില്ലാതിരുന്ന മമ്മി സ്ട്രോക്ക് വന്ന് വീണു. അങ്ങനെ ഇവിടുന്ന് ഫോൺ വരുന്നു, മമ്മിക്ക് സ്ട്രോക്ക് വന്നു, മമ്മീനെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അവസ്ഥകൾ ഡോക്ടറോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു വൈകിപ്പോയി, കോമ സ്റ്റേജിലാണ്, കാരണം ബ്ലീഡിങ് ആയിരിക്കുന്നു, ഒരു 90% ബ്ലീഡിങ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല, ആൾ ഓൾറെഡി ഇവിടെ എത്തിയപ്പോൾ തന്നെ കോമ സ്റ്റേജിലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ തന്നെ പറയുന്നു ഇനി നമുക്കൊരു ചാൻസ് ഇല്ല, UK മോള് വരികയാണെങ്കിൽ നമുക്ക് വെൻറ്റിലേറ്റർ നീക്കിയേക്കാം. വെൻറ്റിലേറ്ററിലാണ് വന്നപ്പോൾ തന്നെ അവരാക്കിയത്. വെൻറ്റിലേറ്റർ നമുക്ക് നീക്കിയേക്കാം എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ആങ്ങള പറയുന്നു ഓക്കെ പെങ്ങൾ വന്നിട്ട് നമുക്ക് വെൻറ്റിലേറ്റർ നീക്കാം ഡോക്ടറെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം 9-ാം തീയതി സ്ട്രോക്ക് ഉണ്ടായി, 11-ാം തീയതി ഞാൻ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തുന്നു. എത്തിക്കഴിഞ്ഞപ്പോൾ ആങ്ങള ബില്ലെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, പേ ചെയ്ത് വെൻറ്റിലേറ്റർ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് പോരുന്ന സമയത്ത് ഹസ്ബൻഡ് എന്നോട് പറയുന്നു ഇനി മമ്മീനെ രക്ഷിക്കാൻ പറ്റത്തില്ല, ഇത്രയും ഓൾറെഡി ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിച്ചു, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, കാരണം ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കൂടുതലും എല്ലാം കൊണ്ടും ആയിരുന്നത് കൊണ്ട് മോന് ക്ലാസ് കളയാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഞാൻ തനിയെയാണ് വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു നീ തനിയെ പോയി എല്ലാ കാര്യങ്ങളും ചെയ്ത് വരണം, അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കണം, എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് വരണം. അപ്പോഴും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും എടുത്തിട്ട് പറഞ്ഞു ഇല്ല മമ്മിക്ക് ഒരു കുഴപ്പവും വരികയില്ല, മമ്മീനെ മാതാവ് കാത്തുകൊള്ളും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിലിരുന്ന സമയത്ത് മുഴുവനും മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയ്ക്ക് നീ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ ഉടമ്പടി ലൈഫ് ഞാൻ ഉഴപ്പി നിന്നിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് നിന്നിലോട്ട് അടുപ്പിക്കാനാണ് എനിക്ക് ഈ പരീക്ഷണം തരുന്നതെങ്കിൽ എൻ്റെ മാതാവേ എന്നെ കൈവിടരുതേ, മമ്മീനെ കൈവിടരുതേ, കാരണം പപ്പയും മരിച്ചുപോയി, ഇപ്പം മമ്മി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് എൻ്റെ മമ്മിയെ തിരിച്ചു തരണമേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഒരുപാട് ജപമാലയും ഞാൻ ഉറങ്ങാതിരുന്ന് ഫ്ലൈറ്റിൽ ഇരുന്നെത്തിച്ചു. അങ്ങനെ ഞാൻ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു വേഗം പോയി മമ്മീനെ കണ്ടോളൂ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ഉടമ്പടി കാശി രൂപം മമ്മിയുടെ തലയിൽ തൊട്ടു, തൈലം തേച്ചു. മമ്മി മമ്മി എന്ന് വിളിച്ചപ്പോൾ അത്ഭുതമെന്ന് പറഞ്ഞിട്ട് മമ്മി കണ്ണ് തുറന്നു നോക്കി. അതുവരെ കോമ സ്റ്റേജിൽ അനക്കമില്ലാതെ കിടന്ന മമ്മി കണ്ണ് തുറന്ന് തളർന്നു കിടന്ന മമ്മി ഒരു കാല് വലിച്ച് പുറകോട്ട് കുത്തി. അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങി വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു മമ്മി അനങ്ങുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ ഫ്ലൈറ്റിൽ വന്നതിൻ്റെ ഹാലൂസിനേഷൻ ആയിരിക്കും, നിനക്ക് ഫ്ലൈറ്റിൽ വന്നിട്ട് നിനക്ക് അങ്ങനെ തോന്നുന്നതാണ്, അതല്ലാതെ മമ്മി അനങ്ങത്തില്ല, മമ്മി കോമ സ്റ്റേജിൽ പോയതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 7 മണിയായപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു അമ്മയുടെ കാര്യത്തിൽ എന്ത് മിറക്കിളാണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഒരു 20% പോലും ചാൻസ് ഇല്ലാതിരുന്ന അമ്മയ്ക്ക് 70% സർജറി സാധ്യത ഞങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ആ മമ്മിക്ക് സർജറി കഴിഞ്ഞു. ആ മമ്മി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് പുറത്ത് വണ്ടിയിലിരിക്കുകയാണ്. ഇപ്പം ഒരാൾ പിടിച്ചാൽ നടക്കാവുന്ന അവസ്ഥയിൽ, പൂർണ്ണ റിക്കവറി ആയിട്ടില്ലെങ്കിലും ഒരാൾ പിടിച്ചാൽ നടക്കുന്ന ഒരവസ്ഥയിലോട്ട് മമ്മി എത്തിയിട്ടുണ്ട്, പുറത്ത് വന്നിട്ടുണ്ട്. UK നിന്ന് ഞങ്ങൾ വന്നിട്ട് ഇതുവരെ ഞാൻ മമ്മീനെ കണ്ടിട്ടില്ല, ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടില്ല, മമ്മി പുറത്തുണ്ട്, എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ആദ്യമായി ഞാനിപ്പോൾ മമ്മീനെ കാണാൻ പോകുന്നതും അമ്മയുടെ തിരുമുമ്പിൽ വെച്ചാണ്. പിന്നെ അടുത്തതായി എൻ്റെ സാക്ഷ്യം, ഒക്ടോബറിൽ നാട്ടിൽ വന്നപ്പോൾ അമ്മ കുറേ അനുഭവം ഞങ്ങൾക്ക് തന്നിരുന്നു. കാരണം അമ്മയിൽ നിന്ന് വേർതിരിഞ്ഞ് പോവരുത് എന്ന് കാണിക്കാൻ വേണ്ടി കുറേ സൂചനകൾ തന്നിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് മിസ്സാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിൽ നിന്നെല്ലാം അമ്മ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. പിന്നെ തിരിച്ചു പോകുന്ന സമയത്താണെങ്കിൽ പോലും ഞങ്ങളുടെ പാസ്പോർട്ടും ബാക്കി സംഭവങ്ങളിരുന്ന ബാഗ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് മിസ്സായി. അപ്പോഴും ഞങ്ങൾ ഒരുപാട് ഭയന്നു. അപ്പോഴും അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു സഹോദരൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ആ ബാഗ് തിരിച്ചു കിട്ടി. പിന്നെ UK ചെന്നിട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു കല്യാണ ആവശ്യത്തിനായിട്ട്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ശാന്തൻപാറയാണ്, ഇടുക്കി ശാന്തൻപാറ. ഹസ്ബൻഡ് വന്നെങ്കിലും ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ വെച്ച് നമുക്ക് സ്ഥലം അളക്കുന്നതിൻ്റെ ഒരാവശ്യമുണ്ടായിരുന്നു. ആ സ്ഥലം അളക്കുന്നതിന് വേണ്ടി ഒരു 15-20 അടി ഉയരത്തിൽ നിന്ന് കയറ് പിടിച്ചു കൊടുക്കുന്നതിനിടയിൽ ഹസ്ബൻഡ് അറിയാതെ കാല് കെട്ടി താഴോട്ട് പോയി. അപ്പോൾ താഴെ ഉണ്ടായിരുന്ന വീട്ടുകാർ അവരുടെ പെരപണിക്കായി കല്ലും മണലും സിമെൻറ്റും ഒക്കെ ഇറക്കിയിട്ടിരുന്ന സ്ഥലമായിരുന്നു അത്.
പക്ഷേ തലേ ദിവസം അവർ ആൾക്കാരെ നിർത്തി അത് ക്ലീനാക്കി അവിടെ എല്ലാം ക്ലീനാക്കി ഇട്ടിരിക്കുകയായിരുന്നു. എന്നാലും അവിടെ ഡേഞ്ചറായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരിടത്തും തട്ടാതെ അമ്മ മാതാവ് അതിൻ്റെ ഇടയിൽ തന്നെ ഹസ്ബൻഡിനെ കൊണ്ട് വീഴിച്ചു. അത്രയും ഉയരത്തിൽ നിന്നാണ് ഹസ്ബൻഡ് വീണതെങ്കിലും അമ്മ മാതാവ് ഒരു പോറൽ പോലും ഏൽക്കാതെ ഹസ്ബൻഡിനെ രക്ഷിച്ചു. പിന്നെ യു കെയിലെ ഹസ്ബൻഡിന് യു കെയിലെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കിട്ടാനായിട്ട്. അങ്ങനെ ഹസ്ബൻഡ് ഡ്രൈവിംഗ് ലൈസൻസിന് പോയി കഴിഞ്ഞപ്പോൾ ഉടമ്പടി തൈലവും വണ്ടി ഓടിക്കുന്ന കാറിൻ്റെ 4 ടയറിലും ഉടമ്പടി തൈലം കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പുമിട്ട് ഈശോയോട് പ്രാർത്ഥിച്ചു. ആ ഇൻസ്ട്രക്ടറുടെ സ്ഥാനത്ത് നീ ആയിരിക്കണമേ ഈശോയെ ഇരിക്കണത്, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം അവിടെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞിട്ടേ നമുക്ക് അടുത്ത ഡേറ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പോയതിൻ്റെ ഫലമായി ഹസ്ബൻഡിന് ആ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ സാധിച്ചു. പിന്നെ ഞാനും മോളും തിയറി ടെസ്റ്റ് എഴുതാൻ പോയി. അതും ഒരു ഡേറ്റ് എടുക്കേണ്ട ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഡേറ്റ് എടുക്കുന്നതിനിടയിൽ മകൾ പറഞ്ഞു, അമ്മേ 17-ാം തീയതി ഒരു ഡേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അച്ഛൻ ആ ധ്യാനത്തിൻ്റെ ഇടയിൽ 17 എന്നൊരു നമ്പർ പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മൾ പാസ്സായി, എടുത്തോ മോനെ, എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ മോൾക്ക് 2:30 മണിക്കും എനിക്ക് 5:30 മണിക്കും ഡേറ്റ് കിട്ടി 17-ാം തീയതി. അതൊരു ചൊവ്വാഴ്ചയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യമായി പോയിട്ട് എഴുതിയതാണ്. ആദ്യം ഒരുപാട് പ്രിപ്പയർ ഒന്നും ആവാണ്ട് പോയി എഴുതിയ എക്സാം ആയിരുന്നു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് അതും സാധിച്ചു കിട്ടി. അതുപോലെ നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ നമ്മൾക്ക് കിട്ടി. പ്രാർത്ഥിക്കുന്ന സമയത്ത് പച്ചത്തിരിയിലും നീലത്തിരിയിലും ഹാർട്ട് അടയാളവും മഴവില്ലിൻ്റെ രൂപത്തിലും ഒക്കെ അമ്മ അടയാളം തന്നിട്ടുണ്ട്. അടയാളങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഈ സാക്ഷ്യം പറയാൻ താമസിച്ചു പോയതിന് മാപ്പ് ചോദിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ സാക്ഷ്യം പറയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ സാക്ഷ്യം പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഡേറ്റ് എടുത്ത് ഞങ്ങളിപ്പോൾ വന്നത്. ഇപ്പോൾ പോലും ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായിരുന്നു, പോസ്റ്റ്പോണ്ട് ചെയ്തിരുന്നു. എന്നിട്ടും തിരിച്ച് അമ്മ കറക്റ്റ് ഡേറ്റിൽ തന്നെ ഞങ്ങളെ ഇവിടെ എത്തിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഞങ്ങൾ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തത്, ആര് സഹായം ചോദിച്ചു വന്നാലും ഞങ്ങൾ സഹായിക്കും. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. സഹായം ചെയ്യുന്നതിൽ ഒരു മടിയുമില്ല. പിന്നെ ഓൺലൈൻ വഴിയേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അവിടെ നമുക്കല്ലാതെ ഇങ്ങനെ സഹായങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ അനാഥാലയത്തിലും പിന്നെ ക്യാൻസർ പേഷ്യൻസിനും അങ്ങനെ പൈസ ആവശ്യമുള്ളവർക്കെല്ലാം നമ്മൾ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഒരു ജോലി തന്നെ ഞങ്ങളുടെ ഒരു കാരുണ്യ പ്രവർത്തികളാണ്. നഴ്സിംഗ് ഹോമിൽ ചെയ്യുന്ന ജോലി. പണ്ടൊക്കെ ആണെങ്കിൽ ദേഷ്യം വരുമായിരുന്നു, ചെയ്തു കഴിയുമ്പോൾ ദേഷ്യം വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സമാധാനത്തോടും ശാന്തതയോടും കൂടെ അവരെ ശുശ്രൂഷിക്കാനും സംരക്ഷിക്കാനും എല്ലാം ഈശോ കൃപ തരുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് പത്രം. ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം പോകുന്നതിന് മുമ്പ് ഉടമ്പടി പുതുക്കിയപ്പോൾ കിട്ടിയ പത്രം ഞാൻ എല്ലാവർക്കും വിതരണം ചെയ്തിട്ടാണ് പോയത്. അന്നൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു പത്രം കൊടുക്കാൻ. എനിക്ക് സേഫ് സോൺ എന്ന് തോന്നുന്ന സ്ഥലത്ത് മാത്രമാണ് ഞാൻ കൊടുത്തത്. പക്ഷേ ഇപ്പം അതെല്ലാം മാറി. എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിന് ഒരു മടിയുമില്ല. ആത്മീയ വളർച്ച എന്ന് പറയാനായിട്ട് പണ്ടും പ്രാർത്ഥിക്കുമായിരുന്നു, പള്ളി പോകുമായിരുന്നെങ്കിലും ഞായറാഴ്ച കുർബാനകൾ അങ്ങനെ. ഇപ്പോഴും ഞങ്ങൾക്ക് ഞായറാഴ്ച കുർബാന മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ. എന്നാലും ആ കുർബാന എന്താണെന്നും അതിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടതെന്നും ഈ ഉടമ്പടിയിലൂടെയാണ് മനസ്സിലായത്. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നും ഈ ഉടമ്പടി വഴിയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഉടമ്പടി ജീവിതം തുടങ്ങിയേ പിന്നെ ക്ഷമിക്കാനുള്ള കൃപ കിട്ടി. അതാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് കിട്ടി. ഇങ്ങനെ കോടാനുകോടി ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. ജോയൽ 2:23 ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്യിച്ചു തരും. നിഷ രാജേഷ് എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് ഉടമ്പടി ജീവിതത്തിൽ അമ്മ മാതാവ് കരം പിടിച്ച് നടത്തിയതും ഉടമ്പടിയിൽ ഇടക്കാലത്ത് വന്ന അലസതയിൽ അമ്മയിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുവന്ന്
കൂടുതൽ ഉടമ്പടിയിലുള്ള വിശ്വാസത്തെ ശാക്തീകരിച്ചു കൊടുത്ത് അടയാളങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും ഈശോയുടെ ശക്തിയും എത്രത്തോളമെന്ന് കുടുംബത്തിന് ബോധ്യപ്പെടുത്തിയതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവച്ചത്. സഹോദരിയും മകളും വിദേശത്ത് ജോലിക്ക് വേണ്ടി അമ്മ മാതാവ് സമയച്ചുരുക്കത്തിൽ എത്തിച്ചതും അതിൻ്റെ തടസ്സങ്ങളും പ്രതിസന്ധികളും മാറ്റിക്കൊടുത്തതും കുടുംബം ഒരുമിച്ച് അവിടെ എത്തിച്ചേരുവാനും കൂടുതൽ സുരക്ഷിതമായ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം അവിടെ ഒരുക്കി കിട്ടിയതും ഒക്കെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തി. ഉടമ്പടിയിൽ നമ്മൾ അമ്മ മാതാവിനോട് ചേർന്ന് നടക്കുമ്പോൾ അതൊരു താൽക്കാലികമായ ബന്ധമോ അല്പകാലത്തേക്കുള്ള ഒരു നടത്തമോ അല്ല എന്ന് ഉറപ്പുവരുത്തണം. ഉടമ്പടി നമ്മുടെ സംസ്കാരം മാറ്റുകയാണ്, നമ്മുടെ ജീവിതശൈലികൾ മാറ്റുകയാണ്, നമ്മൾ ദൈവത്തെ കണ്ടിരുന്ന ബന്ധത്തിൻ്റെ അവസ്ഥകളെ മാറ്റിത്തരികയാണ്. കുറേ കൂടി അറിഞ്ഞ് സ്നേഹിച്ച് നാം അനുഭവിച്ച ദൈവത്തെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുവാനുള്ള ആത്മശക്തി നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയിലൂടെയാണ് അനുഗ്രഹം പ്രാപിക്കുന്നതെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് അലസമായ അലക്ഷ്യമായ ആസക്തിയുള്ള ജീവിതങ്ങളിലേക്കൊക്കെ ചെന്ന് വീഴുമ്പോൾ വീണ്ടും അത് കഷ്ടതകൾക്ക് കാരണമായി പോകുന്നത്. അച്ഛൻ അതുകൊണ്ട് പറയും, ജോസഫ് അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിക്കും, ഉടമ്പടി ഗൗരവമുള്ള വിഷയമാണ്. എന്തെങ്കിലും ഒരു താൽക്കാലിക കാര്യം നേടുവാൻ വേണ്ടി ഓടിച്ചാടി വന്ന് എടുക്കേണ്ട കാര്യമേ അല്ല അങ്ങനെ ഉടമ്പടി എടുക്കരുതെന്ന്. കാരണം ദൈവം നമ്മൾ കൊടുക്കുന്ന ജീവിതത്തിൻ്റെ സമർപ്പണം കണ്ടുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ച് യാതൊരു സാധ്യതയുമില്ലാത്തപ്പോൾ, യാതൊരു ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും ഇല്ലാത്തപ്പോൾ നമ്മളെ അനുഗ്രഹിച്ച് കൈപിടിച്ചുയർത്തി മുന്നോട്ട് നയിക്കുമ്പോൾ ആ ദൈവത്തോട് കൂടുതൽ എളിമയുള്ള, കൂടുതൽ വിശ്വസ്തതയുള്ള, കൂടുതൽ ദൈവസ്നേഹമുള്ളൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. സഹോദരി സൂചിപ്പിച്ചു, 1-2 തകർച്ചകൾ ഇടയ്ക്ക് വന്നു പോയത് അത് അമ്മയ്ക്ക് വന്നൊരു രോഗം. പക്ഷേ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അത് ഡോക്ടർമാർ പോലും കൈവിട്ട അമ്മയുടെ ഗൗരവമുള്ള രോഗം അത് ഇന്ന് ജീവനോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മയ്ക്ക് വീണ്ടും ആരോഗ്യം നൽകിയതിനെ സാക്ഷ്യപ്പെടുത്തി. ജീവിത പങ്കാളിക്ക് അവിചാരിതമായുണ്ടായ ഒരു അപകടം അത് പൊന്നുപോലെ ഒരു മെത്തയിലെന്നതുപോലെ വീഴുകയും തൊട്ടടുത്ത ദിവസം തന്നെ വിദേശത്തേക്ക് ഫ്ലൈറ്റ് കയറുവാൻ പറ്റും വിധത്തിൽ ഒരു ക്ലേശവുമില്ലാതെ 15 അടി മുകളിൽ നിന്ന് വീണിട്ടും യാതൊരു അപകടവുമില്ലാതെ അമ്മ മാതാവ് കാത്തുകൊണ്ടതിനെ ഇവിടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഉടമ്പടി ഭാരങ്ങൾ ലഘൂകരിക്കും. ഉടമ്പടി അസാധ്യമെന്ന് കരുതുന്ന അനുഗ്രഹങ്ങൾ ജീവിതത്തോട് ചേർത്ത് വയ്ക്കും. ഉടമ്പടി ആത്മീയ അഭിഷേകങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറച്ചു നൽകും. നമ്മൾ അമ്മയോട് ചേർന്ന് നടന്നാൽ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും ഏതൊരിടത്തിലും നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ അമ്മ കൂടെ നിൽക്കുന്നത് അനുഭവത്തിലൂടെ നമുക്ക് കാണുവാനാവും. അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് നാം ജീവിക്കുകയും പ്രവേശിക്കുകയും ഉടമ്പടിയിൽ തുടരുകയും ചെയ്യുമ്പോൾ നമുക്ക് ആത്മാവിനോട് പറയേണ്ടതൊന്നേയുള്ളൂ, എൻ്റെ നാഥൻ ഈശോയാണ്. എൻ്റെ അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തി എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് തിന്മയായിട്ടുള്ളവയിൽ നിന്ന് പൂർണ്ണമായി മാറി ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനാവുന്നവ സന്തോഷത്തോടെ ചെയ്തു കൊടുത്തും ഞാൻ എൻ്റെ ജീവിതത്തെ കൂടുതൽ നന്മയിൽ, കൂടുതൽ എളിമയിൽ, കൂടുതൽ ദൈവസ്നേഹത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുമെന്ന്. ഉടമ്പടി അതുകൊണ്ട് ഭാരപ്പെട്ടൊരു ജീവിതമല്ല, ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ജീവിതമാണ്. അതുകൊണ്ട് ഈ കുടുംബം കടന്നുപോയ ഉടമ്പടിയുടെ ഉയർച്ച താഴ്ചകളെക്കുറിച്ച് ദൈവ സാന്നിധ്യാനുഭവങ്ങളും അല്പം അകന്നപ്പോൾ വന്ന ക്ലേശങ്ങളും എങ്കിൽ അനുതപിച്ചാൽ ആ നിമിഷം തന്നെ കൂടെ നിന്ന് സഹായിക്കുന്ന അമ്മയുടെയും ഈശോയുടെയും ശക്തമായ സാന്നിധ്യത്തെയും ഈ അൾത്താരയിൽ പങ്കുവച്ചു. നമ്മുടെ ജീവിതങ്ങളെ ഉടമ്പടിയോട് ചേർത്ത് വയ്ക്കാം. അത് അനുഗ്രഹത്തിന്, സുരക്ഷിതത്വത്തിന്, സമൃദ്ധിക്ക്, ശ്രേയസ്സിന് കാരണമാക്കി തരും. ദൈവത്തെ മാനിച്ചാൽ ദൈവം ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും നമ്മളെ മാനിക്കും, നമ്മുടെ ജീവിത വിഷയത്തിന്മേൽ തീരുമാനങ്ങൾ നൽകും. ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക്